ഞാൻ മരിച്ചു കഴിഞ്ഞാൽ ബലിയിടൂല, കർമ്മം ചെയ്യൂല എന്നാണ് എന്നോടിപ്പം നിലവിൽ പറയണത്. എന്നെ മുഖത്ത് നോക്കി ഇവിടെ വന്നപ്പോൾ അവരോട് ചേർന്ന് നിൽക്കുന്നത് പോലെ എനിക്ക് തോന്നി. ഇതൊരു ഭയങ്കര വിശ്വാസമല്ലേ. അവരുടെ ആത്മാക്കൾ ഇപ്പോഴും നിന്ന് നമ്മളെ അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുക. ആത്മാവ് ഒരിക്കലും നശിക്കുന്നില്ല, മുടങ്ങൂല. കർക്കിടകത്തിനും വരും, ശിവരാത്രിക്കും വരും, മുടങ്ങാതെ വരും. ഇവിടുന്ന് വരവ് ബുദ്ധിമുട്ടാണ്. എന്നാൽ പോലും ഇപ്പോൾ ഈ പ്രാവശ്യം വന്നില്ലെങ്കിൽ അടുത്ത വർഷം ഒരു പക്ഷേ എനിക്ക് പറ്റിയില്ലെങ്കിലോ. നമ്മൾ കാണാത്ത ഒരുപാട് കാരണന്മാരുണ്ട് ഇതിനകത്ത്. എൻ്റെ അമ്മയുടെ അച്ഛനും നമ്മൾ കണ്ടിട്ടില്ല, അതിന് മുൻ തലമുറയിലേക്ക് നമ്മളാരും കണ്ടിട്ടില്ല. എല്ലാം നല്ല സജ്ജീകരണങ്ങളൊക്കെയാണ് ഗവൺമെൻറ് ചെയ്തിരിക്കുന്നത്. വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. ഒത്തിരി പന്തലുകളൊക്കെ ഉണ്ട്. പൂർവികന്മാർക്ക് വേണ്ടിയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റണത് ചെയ്യാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ്. എൻ്റെ അനിയത്തിക്ക് ആങ്ങൾക്ക് വേണ്ടി ഞാൻ വന്നത്. രണ്ടുപേരും അടുത്തടുത്താണ് മരിച്ചത്. ഒരാൾക്ക് 38 വയസ്സ്, ഒരാൾക്ക് 40 വയസ്സ്. അപ്പം അതിൻ്റെ ഒരു വിഷമം കൂടെ വന്നപ്പോൾ അനിയത്തിക്ക് ക്യാൻസറായിരുന്നു, ആങ്ങളേക്ക് അറ്റാക്കായിരുന്നു. ഇവിടെ വന്നപ്പോൾ അവരോട് ചേർന്ന് നിൽക്കുന്നത് പോലെ എനിക്ക് തോന്നി. ഇതൊരു ഭയങ്കര വിശ്വാസമല്ലേ. അവരെ ഭഗവാന്റെ നിറയ്ക്ക് ഞാൻ സമർപ്പിക്കുന്നു. രണ്ടുപേരും സമാധാനമായിട്ട് സ്വസ്ഥമായിട്ടിരിക്കട്ടെ. അതെ. 40 വർഷമായി അമ്മ മരിച്ചിട്ട്. അച്ഛൻ മരിച്ചിട്ട് ഒരു 10 വർഷമായുള്ള ബലിയിടുന്നുണ്ട്. എന്തിനാണ് ബലിയിടുന്നത്? ബലിയിടുന്ന പിതൃക്കൾക്ക് വേണ്ടി നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഈ ഒരു കാര്യമല്ലേ ഉള്ളൂ. ഇപ്പം അല്ലെ മരിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? അതിനുശേഷം നമുക്ക് പിതൃക്കൾക്ക് വേണ്ടി ഇപ്പോൾ ഇത് ചെയ്യുക. അതൊരു പുണ്യം, നമ്മുടെ പിൻതലമുറയ്ക്ക് നല്ലതിന് വേണ്ടി നമ്മൾ ചെയ്യുന്നു. അച്ഛൻ്റെയും അമ്മയുടെയൊക്കെ മുഖം മനസ്സിൽ ഓർമ്മ വരുമോ? പിന്നെ അത് വേണമല്ലോ. അവരുടെ ആത്മാക്കൾ ഇപ്പോഴും നിന്ന് നമ്മളെ അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുക. ആത്മാവ് ഒരിക്കലും നശിക്കുന്നില്ല, മനസ്സിലായില്ലേ? ആത്മാവ് ഒരിക്കലും നശിക്കുന്നില്ല, അത് സ്ഥിരമാണ്, സ്ഥിരമായി നിൽക്കുകയാണ്. നിന്നുകൊണ്ട് നമ്മളെ നോക്കുകയാണ് ഓരോ ദിവസം, ഓരോ നിമിഷത്തിലും. അപ്പം നമുക്ക് അവരെ വന്ദിക്കാനുള്ള ഒരു വലിയ അവസരമാണിത്, ഈ കർക്കിടക വാവെന്ന് പറയുന്നത്. അതാണ് ഞങ്ങളുടെ വിശ്വാസം. എല്ലാ വർഷം വരും. എവിടുന്നാ വരുന്നത്? എൻ്റെ പട്ടണം പറവൂർ. എന്തിനാണ് ഈ ബലി? എൻ്റെ അച്ഛനും അമ്മയും സഹോദരന്മാരൊക്കെ മരിച്ച്, സിസ്റ്റർമാർ, അവർക്ക് വേണ്ടി ഒരു പുണ്യം കിട്ടാൻ വേണ്ടി എനിക്കൊരു ജീവിക്കണം, ജോലി എടുത്ത് ജീവിക്കണം, ഒരു ഇല്ലാതെ. അത് ഇവരുടെയൊക്കെ ഗുണം കൊണ്ടാണ്, ഈ ഭഗവാന്റെ ഗുണം കൊണ്ടാണ് ഇത്രയൊക്കെ എത്തണം. അതുകൊണ്ടാണ് എല്ലാ കൊല്ലം മുടങ്ങൂല. കർക്കിടകത്തിനും വരും, ശിവരാത്രിക്കും വരും, മുടങ്ങാതെ വരും. പൂർവികളുടെ അനുഗ്രഹം കിട്ടും. കിട്ടിയിട്ടുണ്ടല്ലോ, അതുകൊണ്ടാണ് ഈ വരുന്നത്. അല്ലെങ്കിൽ നമ്മൾ വല്ല ഇപ്പം എനിക്ക് 78 വയസ്സായി, എന്നാലും ഞാൻ വരെയല്ലേ. എൻ്റെ അച്ഛൻ മരിച്ചിട്ട് 35 വർഷമായി. അന്ന് തുടങ്ങി വരണമാണ്. എൻ്റെ അമ്മ 30 വർഷമായി മരിച്ചിട്ട്. അന്ന് തുടങ്ങി അങ്ങ് വരണമാണ്, മുടങ്ങാതെ. എന്ത് തിരക്കുണ്ടെങ്കിലും ഇവിടെ വന്ന് വലിയിട്ടിട്ട് പോകും. എത്ര പൈസ മുടക്കിയാലും ഇവിടെ വരും. മറക്കൂല, മറക്കാൻ പറ്റില്ല. മറന്നാൽ നമുക്കൊരു ഗതി ഉണ്ടാവില്ല. അത്രേ ഉള്ളു. ഇന്നത്തെ തലമുറയ്ക്ക് അങ്ങനെയൊന്നും ഇല്ല. ഇന്നത്തെ തലമുറയ്ക്ക് എൻ്റെ മകനാണെങ്കിൽ ഇങ്ങനെയുള്ളൊരു വിശ്വാസമില്ല. ഞാൻ മരിച്ചു കഴിഞ്ഞാൽ ബലിയിടൂല, കർമ്മം ചെയ്യൂല എന്നാണ് എന്നോടിപ്പം നിലവിൽ പറയണത്. എൻ്റെ മുഖത്ത് നോക്കി. ഞാനും എൻ്റെ ഭാര്യയുണ്ട്, എൻ്റെ അമ്മനും അച്ഛനെയും. ഞാനൊരു ബലി ഇടൂല, കർമ്മവും ചെയ്യൂല. അപ്പോൾ ആ തലമുറകൾ ഉള്ളത് വെറും കടം. നമ്മൾ കഴിഞ്ഞാൽ പിന്നെ ഇതേ ഉള്ളു ശരണം. ഈ അനുഗ്രഹം ഉണ്ടാവും. ഇവരുടെ അനുഗ്രഹം കൊണ്ടാണ് നമ്മൾ ജീവിച്ചു പോകുന്നത്. പിതൃക്കൾക്ക് കുടുംബത്തിലെ ഒരുപാട് ദോഷങ്ങളും മരിച്ചവരും ഒക്കെ ഉണ്ട്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് ഇടുന്നു. മരിച്ചു പോയവർക്ക് നമുക്ക് ചെയ്യാൻ പറ്റാവുന്നൊരു കാര്യമാണ്. അതെ, അല്ലാണ്ട് എന്ത് ചെയ്യാൻ പറ്റും? വയ്യ, എന്നാലും ഞാൻ വന്ന്. അവരോടുള്ള സ്നേഹമാണോ? അതെ, തീർച്ചയായിട്ടും വേണ്ടി. കാർന്നന്മാർ ഒത്തിരി പേര് പോയിട്ടുണ്ട്.
എൻ്റെ ഭർത്താവ് ഒരാൾ പോയി, മകൻ പോയി, അങ്ങനെയൊക്കെ എല്ലാവർക്കും വേണ്ടിയിട്ട് എൻ്റെ അമ്മ, അമ്മൂമ്മ, പിന്നെ ഹസ്ബൻഡിൻ്റെ അമ്മ, അങ്ങനെ കാർന്നമാർക്കും എല്ലാവർക്കും വേണ്ടിയിട്ട് എല്ലാ വർഷവും ഞാനിപ്പം പെരുമ്പാവൂർ വേങ്ങൂരാണ് താമസിക്കുന്നത്. അങ്ങ് ഉള്ളിൽ പോകണം. ഇവിടുന്ന് വരവ് ബുദ്ധിമുട്ടാണ്. എന്നാൽ പോലും ഇപ്പോൾ ഈ പ്രാവശ്യം വന്നില്ലെങ്കിൽ അടുത്ത വർഷം ഒരു പക്ഷേ എനിക്ക് പറ്റിയില്ലെങ്കിലോ, അത് കാരണം മഴയാണെങ്കിലും ബുദ്ധിമുട്ടി വന്നു. ഞാൻ എല്ലാവരും കണ്ടു തൊഴാനും ഒക്കെ പറ്റി. ഈ പ്രാവശ്യം ചെളിയും വെള്ളമൊക്കെ ആണെങ്കിൽ പോലും എല്ലാത്തിനും ഭഗവാൻ അനുവദിച്ച് സന്തോഷമായി. ഇനി ഒരു പക്ഷേ ദൈവം എത്തിച്ചെങ്കിൽ അടുത്ത വർഷം വരും. അങ്ങനെ ബലിയിടാൻ വന്നതാണോ? ആ ബലിയിടാൻ വന്നതാണ്. എത്ര നാളായിട്ട് ബലിയിടുന്നുണ്ട്? എല്ലാ വർഷവും ഉണ്ട്. എന്തിനാ ബലിയിടുന്നത്? കാരണന്മാർക്ക് വേണ്ടിയിട്ട് പിതൃക്കൾക്ക് വേണ്ടിയാണല്ലോ ബലിയിടുന്നത്. അതിന് വേണ്ടി വന്നിരുന്നു. മലനാടിൻ്റെ എല്ലാ വാർത്തകളും കാണുന്ന ആളാണ്. സന്തോഷം. ശരി, ആയിക്കോട്ടെ. എല്ലാ കൊല്ലത്തിലും ഇടുന്നതാണ്. ശിവരാത്രിക്ക് ഇടും. എന്തിനാണ് ബലിയിടുന്നത്? അമ്മയ്ക്ക് അച്ഛനും മോശം കിട്ടണമെന്ന് പറഞ്ഞിട്ടാണല്ലോ നമ്മൾ ഇടുന്നത്. അതന്നെ നമ്മുടെ വിശ്വാസം. അതന്നെ വിശ്വാസം. ഞാൻ ഒരു 10-35 വർഷമായിട്ടും നമ്മൾ കാണാത്ത ഒരുപാട് കാരണന്മാരുണ്ട് ഇതിനകത്ത്. എൻ്റെ അമ്മയുടെ അച്ഛനൊന്നും നമ്മൾ കണ്ടിട്ടില്ല. അമ്മയുടെ അമ്മയെ കണ്ടിട്ടുണ്ട്. അതിന് മുൻ തലമുറയിലേക്ക് അത് നമ്മളാരും കണ്ടിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് അവർക്കൊക്കെ വേണ്ടി 7 തലമുറയ്ക്ക് വരെ ഉണ്ടാവും നല്ലൊരു ഇത് കിട്ടുമെന്നാണ് പറഞ്ഞേക്കണേ. അപ്പോൾ അതുകൊണ്ട് അവർക്ക് ഒരു പ്രീതിപ്പെടുത്താൻ വേണ്ടിയുള്ള ഇത് കർമ്മം ചെയ്യുന്നു മാത്രമേ ഉള്ളൂ. 10 വർഷമായി. എന്താണ് വിശ്വാസം? വിശ്വാസം പിതൃക്കൾക്ക് വേണ്ടിയിട്ട്. ഇല്ല, ബലിയിടുന്നില്ല. കൂടാവുന്നില്ല. വിശ്വാസം ഉണ്ടോ? വിശ്വാസം എന്തിനു വേണ്ടിയിട്ടാണ് ബലിയിടുന്നത് അറിയാം? പിതൃക്കൾക്ക് ആത്മശാന്തിക്ക് ഇവിടെ കുറേ നാളായിട്ടുണ്ട്. കുറേ നാളായിട്ട്. എന്തിനാണ് ബലിയിടുന്നത്? അച്ഛനും അമ്മയ്ക്കും ബലിയിട 25 വർഷം 25 വർഷമായിട്ട്. ആയിട്ടൊന്നും എന്താണ് ഇങ്ങനെ തുടർച്ചയായിട്ട് ഇങ്ങനെ ചെയ്യുന്നത്? തുടർച്ചയായിട്ട് ചെയ്യുന്നുണ്ട്, മടങ്ങാതെ. എന്താണ് അങ്ങനെ ചെയ്യാൻ കാരണം? കാരണം എന്താണെന്ന് വെച്ചാൽ കാരണന്മാരായിട്ട് ഞങ്ങളുടെ വീട്ടിൽ അങ്ങനെയാണ് കണ്ടുവന്നേക്കണത്. അച്ഛനമ്മമാരായിട്ട് അവർക്ക് വേണ്ടി ചെയ്യാൻ ചെയ്യുന്നത് കാര്യമാണ്. ഞാൻ പിതൃക്കൾക്ക് എല്ലാ വർഷവും ബലിയിടാറുണ്ട്. ഇവിടെ ആലുവയിൽ വന്ന് ഭഗവാന്റെ നടയിൽ വന്ന് ബലിയിടണമെന്ന് എൻ്റെ വലിയൊരു ആഗ്രഹമായിരുന്നു. ആദ്യമായിട്ടാണ് ഞാൻ ഇവിടെ വരുന്നത്. എല്ലാം നല്ല സജ്ജീകരണങ്ങളൊക്കെയാണ് ഗവൺമെൻറ് ചെയ്തിരിക്കുന്നതും. വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. ഒത്തിരി പന്തലുകളൊക്കെ ഉണ്ട്. ഞാനതൊക്കെ ശ്രദ്ധിച്ചിരുന്നു. ആർക്കെങ്കിലും എന്തെങ്കിലും അപകടങ്ങളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ പെട്ടെന്ന് തന്നെ ഫയർ ആൻഡ് റെസ്ക്യൂവും പോലീസും അവരുടെ സേവനങ്ങൾ കൃത്യമായിട്ട് ചെയ്യുന്നുണ്ട്. വളരെ നന്നായിട്ടുണ്ട്. ഇവിടെ ഇപ്പം ആദ്യമായിട്ട് വന്നാണ്. പിന്നെ എന്താണ് മുമ്പ് ഇവരൊക്കെ അതിക്കുമ്പൊക്കെ വന്നിട്ടുണ്ട്. എന്താണ് ബലിയിടാൻ വരാനുള്ളൊരു കാരണം? പൂർവികന്മാർക്ക് വേണ്ടിയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റണത് ചെയ്യാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ്. ഞാൻ ആദ്യമായിട്ടാണ് വരുന്നത്. ഞങ്ങൾ വയനാട്ടിലാണ് ഞങ്ങൾ. അപ്പോൾ ഇവിടെ ജോലിയായിട്ട് ഇവിടെയാണുള്ളത്. അപ്പോൾ ഇവിടുന്ന് വരണമെന്നൊരാഗ്രഹം. അപ്പോൾ കുറേ അവിടെ നിന്ന് എന്തായാലും കൊണ്ട് വരലൊന്നും നടക്കില്ലല്ലോ വയനാട്ടിൽ. അപ്പോൾ തിരുനെല്ലിയല്ലേ? തിരുനെല്ലിയാണ്. അത് തിരുനെല്ലി ഞങ്ങൾ പോകാറുണ്ട്. അപ്പോൾ ഇവിടെ ആദ്യമായിട്ടാണ് വരുന്നത്.